ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറെ പറന്ന് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. അവർക്ക് ഇന്ന് ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത്. എല്ലാരും എടുക്കുന്നവർക്കും നല്ലതല്ലേ. ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളിയപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ്. അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജിത് ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ ഒരു പുതിയൊരു ക്രൂവിൻ്റെ കൂടാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുരളിയങ്കിളിന് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷെ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവുവിന്റെ ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞതൊന്നും സുമതി വളവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ദേവു ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു. ഈ അടുത്ത വിളിക്കാനുള്ള മെയിൻ ഒരാളെ ഇവിടെ കാണുന്നില്ല, പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ലാൽ സാർ ഈ പടത്തിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാവരും സിനിമയിൽ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ളതാണ്. അപ്പം ലാൽ സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ. അതേപോലെ ഈ പടത്തിൽ ദേവാനന്ദരൊപ്പം തന്നെ ശ്രീപദും ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീപദിൽ നിന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, മറ്റൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഈ സിനിമയിലേക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ ഫീമെയിൽ. ഗുഡ് ഈവനിങ്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവും ഇതിൽ നിൽക്കുമ്പോൾ. കാരണം ഈ സിനിമയുടെ ടൈറ്റിലിന് താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ്. ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ. ആദ്യം റിലീസായത് എൻ്റെ സിനിമയല്ല എങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം ഒരു എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏത് ഉയർച്ചയിലെത്തിയാലും അഭിലാഷ് ഏത് വലിയ നിലയിലെത്തിയാലും അതിൻ്റെ ഏറ്റവും താഴെയും തുടങ്ങിയത് എൻ്റെ കൂടെയാണ് എന്നെനിക്ക് പറയാൻ കഴിയും. ആ ഒരു അഭിമാനം സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട്. അതുപോലെ വിഷ്ണു, ഞാനും അഭിലാഷും കൂടെ ചെയ്ത സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ വിഷ്ണുവിൻ്റെ മാളികപ്പുറം എന്ന സിനിമയും ഈ സിനിമയും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. രഞ്ജിൻ രാജാണെങ്കിൽ രഞ്ജിൻ രാജ് സംഗീതം നൽകിയ ആദ്യ മലയാള സിനിമയുടെ സംവിധായകൻ ഞാനാണ്. ആ ഒരു അഭിമാനം എനിക്കെന്നും എപ്പോഴും ഉണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ മുരളി, അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച സിനിമയാണ്. ഈ ടീമിന്, ഈ സിനിമയ്ക്ക് ഒരു വലിയ വിജയം, മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.